സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലൂയിഡ് മെക്കാനിക്സിലെ MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെ തൊട്ടാണ്. അതായത് നമ്മൾ 43 വരെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് ഓൺ എ കേർവ്ഡ് സർഫസ് ഈസ് ഈക്വൽ ദ. ഓക്കെ, അപ്പോൾ ഒരു കേർവ്ഡ് സർഫസിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സാണ് നമ്മൾ ചോദിച്ചുള്ളത്. അതായത് നമ്മൾ ഓൾറെഡി തിയറി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ലിക്വിഡിൻ്റെ ഫ്രീ ഇത് ഫ്രീ സ്ട്രീം ഓഫ് അല്ലെങ്കിൽ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡാണ്. അതിലേക്ക് നമ്മൾ ഒരു പലതരത്തിലുള്ള ഇമ്മേഴ്സ്ഡ് സർഫസുകൾ, നമ്മൾ പലതരത്തിലുള്ള പ്ലേറ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹൊറിസോണ്ടലായിട്ടും അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടും നമ്മൾ ഹൊറിസോണ്ടലായിട്ടും അതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ വെക്കുന്ന കേസുകളും അതുപോലെ തന്നെ നമ്മൾ കേർവ്ഡ് ഷേപ്പ് വെക്കുന്ന കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുന്ന കേസിൽ നമ്മുടെ ചോദിച്ചുള്ളത് എന്താണ്, ആ ഒരു കേർവ്ഡ് ഷേപ്പിലുള്ള ഇങ്ങനെയുള്ള കേർവ്ഡ് ഷേപ്പിലുള്ള ആ ഒരു പ്ലേറ്റിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് ഓഫ് ഫോഴ്സിനെ കുറിച്ചാണ് ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന ഈ ഒരു വെർട്ടിക്കലായിട്ട് വരുന്നതിനെ നമുക്ക് സെക്ഷൻ ചെയ്ത് വരയ്ക്കാം. അതായത് അതിൻ്റെ ഒരു ഈ വെർട്ടിക്കൽ സർഫസിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ ആണ് നമുക്ക് ഇവിടെ ഞാൻ മാറ്റി കാണിച്ചുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് ഓഫ് ഫോഴ്സ്. നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ സർഫസ് വെച്ച് നമുക്ക് എഴുതിയെടുക്കാവുന്നതാണ്, നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള കേർവി ഷേപ്പിലുള്ള ഈ ഒരു ബോഡിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഒരു ക്രോസ് സെക്ഷൻ മാത്രം നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റി വരച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് നമുക്ക് കാണാവുന്നതാണ്. അതായത് നമ്മുടെ ഈ ഒരു ബോഡിക്ക് എന്തുണ്ടായിരിക്കും, ഒരു നമ്മൾ മുന്നേ പഠിച്ച പോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷറും ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ ഓൾറെഡി കൃത്യമായിട്ടും തിയറി ക്ലാസ്സിൽ പഠിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ബോഡിയുടെ ചിലപ്പം ഇവിടെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാൻ പറ്റും. നമുക്ക് പഠിച്ച പോലെ തന്നെ നമ്മുടെ ഈ ഫ്രീ സ്ട്രീമിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്ന ആ ഡിസ്റ്റൻസ് h ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബോഡിയുടെ ഈ ഡയറക്ഷനിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മൾ പഠിച്ച പോലെ തന്നെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ρg ആണ്. ഓക്കെ, അതായത് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിലെ ഫോഴ്സ് ഓൺ എ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓഫ് ദ കേർവ്ഡ് സർഫസ്. ഓക്കെ, അതായത് ഈ ഒരു കേർവ്ഡ് സർഫസിൻ്റെ വെർട്ടിക്കൽ പ്രൊജക്ഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ρg എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. ഈ ഒരു കേർവ് ഷേപ്പിലുള്ള വെർട്ടിക്കൽ ഭാഗത്തിന് നമ്മൾ ഇങ്ങോട്ട് സെക്ഷൻ ചെയ്ത് നമ്മൾ മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ആ ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ശരിക്കും വരുന്നതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് വരിക, ഫോഴ്സ് ഓൺ എ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓഫ് ദ സർഫസ്. ഇനി നമുക്കിത് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ വേറെ തിരിച്ചും ചോദിക്കാവുന്നതാണ്. അതായത് എന്ത് ചെയ്യാം, ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെർട്ടിക്കൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ചോദിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കേർവി ഷേപ്പിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ഫോഴ്സ് അത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്തായിരിക്കും, നമ്മൾ ഇതൊരു ലിക്വിഡിൻ്റെ സ്ട്രീം ആണെങ്കിൽ ആ ലിക്വിഡ് മൊത്തം എന്ത് ചെയ്യും, ഈ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ലിക്വിഡിൻ്റെ ടോട്ടൽ വെയിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ലിക്വിഡിന് ടോട്ടൽ വെയിറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. കർവ്ഡ് സർഫസിലുള്ള വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ ടോട്ടൽ വെയിറ്റ് ആയിരിക്കും, ആ കർവ്ഡ് ഏരിയയിലുള്ള ടോട്ടൽ വെയിറ്റ് ആയിരിക്കും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ മിക്കവാറും നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് വരുന്ന ക്ലാസ്സുകൾ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മുടെ കേർവ്ഡ് സർഫസ് നമ്മളതിനങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ സെക്ഷൻ മാത്രം നമ്മൾ മാറ്റി വരച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഈ ഒരു പോയിൻ്റ്. ഇത്രയും വരുന്ന ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹെഡ്
എച്ച് ബാർ കാണിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് സെൻറ്റർ ഓഫ് പ്രഷർ ഉണ്ട്, ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എച്ച് സ്റ്റാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കമ്പൗണ്ട് ഫോഴ്സ് എന്തായിരിക്കും, റോ ജി എച്ച് ബാർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിനുള്ള വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് അവിടെ ഉണ്ടാകുന്ന ഒറിജിനൽ കമ്പൗണ്ട് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫോർ ആൻ ഇമ്മേഴ്സ്ഡ് സർഫസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ലിക്വിഡ് സർഫസ് ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഈക്വൽ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇതിലിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലേ, അതായത് എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചുള്ളത്. ഓക്കെ, അതായത് എച്ച് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ ജി ബൈ എച്ച് ബാർ അല്ല, ഇവിടെ ചോദിച്ചുള്ളത് ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഓഫ് ആൻ ഇമ്മേഴ്സ്ഡ് സർഫസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ അല്ലേ. അപ്പോൾ ആംഗിൾ ഇൻക്ലൈൻഡ് ഉണ്ട് നമുക്കറിയാം, അത് സൈൻ സ്ക്വയർ തീറ്റ നമ്മുടെ ഇക്വേഷൻ വരെ അല്ലേ. ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ഉണ്ടായിരിക്കും അല്ലേ. ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ഉണ്ടല്ലേ. എച്ച് ബാർ നമുക്കറിയാം അത് ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണല്ലേ. ഫ്രീ സർഫസിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്ന ആ ഡെപ്തിൻ്റെ അല്ലെങ്കിൽ ഹെഡിനാണ് നമ്മൾ എച്ച് ബാർ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ദ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫോർ ആൻ ഇമ്മേഴ്സ്ഡ് സർഫസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ലിക്വിഡ് സർഫസ് ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഈക്വൽ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് ഇപ്പം ഇത് ഫ്രീ സ്ട്രീം ഓഫ് ലിക്വിഡ് ആണെങ്കിൽ ഇപ്പോൾ ഇതൊരു അതിപ്പോൾ നമ്മൾ ചോദിച്ചുള്ളത് ഇൻക്ലൈൻഡ് കേസാണ്, ഇംഗ്ലണ്ടാണ് പറഞ്ഞല്ലേ. നമുക്കിവിടെ മാറ്റി വരയ്ക്കാമെങ്കിൽ ഇത് നമ്മുടെ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡാണ്. അപ്പോൾ ഇത് ഇംഗ്ലണ്ട് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇംഗ്ലണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും, ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷറും ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്ന ആ ഹെഡാണ് എച്ച് ബാർ നമ്മൾ പഠിച്ചുള്ളത്. അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷർ വരുന്നത് എച്ച് സ്റ്റാർ ആണ്. ഓക്കെ, നമ്മൾ ഇക്വേഷൻ പറഞ്ഞ പോലെ എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, അല്ലേ. നമ്മൾ പറഞ്ഞ പോലെ എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ എന്താണ്, എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇതേപോലെ ഇംഗ്ലണ്ട് കേസ് ആവുന്ന സമയത്ത് നമുക്കറിയാൻ ഒരു ആംഗിൾ തീറ്റ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എച്ച് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് എച്ച് സ്റ്റാർ ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ തീറ്റ ഹോൾ ഡിവൈഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചുള്ളത്, ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ ഈ സെൻറ്റർ ഓഫ് പ്രഷറും തമ്മിലുള്ള ആ ഹെഡിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളത് അല്ലേ. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കഴിഞ്ഞിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഉള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ പറയാൻ പറ്റും, ഇതിൽ എച്ച് ബാർ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ എച്ച് ബാർ എന്താണ്, ഈ പറഞ്ഞ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്നുള്ള ആ ഹെഡാണ്, അല്ലെങ്കിൽ അത്രയും ഡെപ്താണ് അല്ലേ. അപ്പോൾ എച്ച് ബാറിൻ്റെ കൂടെ ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇത്രയും വരുന്ന സെൻറ്റർ ഓഫ് പ്രഷർ കിട്ടുള്ളൂ. അല്ലെ, സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡെപ്ത് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ കിട്ടുള്ളൂ. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ ഡിസ്റ്റൻസ് താഴെയാണ് സെൻറ്റർ ഓഫ് പ്രഷർ അല്ലേ. നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എച്ച് ബാർ ആണ് അല്ലേ. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ ഡിസ്റ്റൻസ് താഴെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും. നോക്കിയാൽ ഐ ജി സൈൻ സ്ക്വയർ തീറ്റ, ഇവിടെ എക്സ് ബാറാണ് കൊടുത്തത്. എക്സ് ബാർ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ എച്ച് ബാറിന് പകരമുള്ള ലെറ്റർ എക്സ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഓക്കെ, എച്ചിന് പകരം ഇവിടെ എക്സ് ആണ് കൊടുത്തുള്ളത്. അപ്പോൾ നമുക്ക് ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എക്സ് ബാർ ബിലോ എന്ന് പറയാൻ പറ്റും അല്ലേ. ബിലോ എന്ന് പറയാനുള്ള കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു മേലെ അല്ലേ, മേലെ ആയിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മേലെയും അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷർ താഴെയാണ് അല്ലേ. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എക്സ് ബാർ താഴെയാണല്ലേ, താഴേക്കാണല്ലേ. സോ അതാണ് ബിലോ എന്ന് കൊടുത്തുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കണം, ഓപ്ഷൻ തെറ്റി പോകാൻ പാടില്ല. നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, ഇതിലിപ്പോൾ സൈൻ തീറ്റ മാത്രമുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് രണ്ടും കൺഫ്യൂഷൻ ഒന്നും മാറിപ്പോകാൻ പാടില്ല. സൈൻ സ്ക്വയർ തീറ്റ ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ എ ആയിട്ടുള്ള ഈ ഐ ജി സൈൻ സ്ക്വയർ തീറ്റ എക്സ് ബാർ ഡിവൈഡ് ബൈ എക്സ് ബാർ ബിലോ ആണ് കേട്ടോ. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 46. The total
ഫോഴ്സ് ആക്ടിങ് ഓൺ എ പ്ലെയിൻ ഹൊറിസോണ്ടൽ സർഫസ് ഇൻ എ ലിക്വിഡ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ പ്ലെയിൻ ഹൊറിസോണ്ടൽ സർഫസ് ഇൻ എ ലിക്വിഡ് ഈസ് ഈക്വൽ ടു. അതായത് ഒരു ലിക്വിഡിനകത്തുള്ള മുന്നേ പഠിച്ച പോലെ തന്നെ ഇതൊരു എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഫ്രീ സർഫസ് ലിക്വിഡാണ്. ആ ഫ്രീ സർഫസ് ലിക്വിഡുള്ള ഒരു ഹൊറിസോണ്ടൽ സർഫസ് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ്, അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള പ്ലേറ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെക്കാറല്ല ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ സർഫസ് ഇൻ എ ലിക്വിഡ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറാണ് ചോദിച്ചുള്ളത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റോ ജി എ എച്ച് ബാർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഗിവൺ ദാറ്റ് സ്മോൾ ലെറ്റർ ഡബ്ല്യു ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടറും എക്സ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ലിക്വിഡും, എക്സ് അല്ല ഇതിൽ എക്സ് ബാർ ഉണ്ട് കേട്ടോ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ലിക്വിഡും എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർഫസും ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്. അതായത് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് റോ ജി അല്ലേ. ടോട്ടൽ ഫോഴ്സ് നമുക്ക് എഫ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാറാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ കേസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സ്പെസിഫിക് വെയിറ്റ് അല്ലേ. സ്പെസിഫിക് വെയിറ്റ് സ്മോൾ ലെറ്റർ ഡബ്ല്യു വന്നിട്ടുണ്ട്. അതുപോലെ എച്ച് ബാറിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു എച്ച് ബാറിൻ്റെ പകരം ഇവിടെ തന്നുള്ളത് എന്താണ്? എക്സ് ബാറാണ് തന്നുള്ളത് അല്ലേ. അതുപോലെ ഏരിയ എയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റോജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ. റോജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പകരം സ്പെസിഫിക് വെയിറ്റ് കൊടുക്കാവുന്നതാണ്. ഏരിയയ്ക്ക് പകരം ഏരിയ തന്നെ കൊടുക്കാം. പിന്നെ എച്ച് ബാറിന് പകരം നമുക്ക് എക്സ് ബാർ കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? നമുക്ക് ഈ കാണുന്ന പോലെ ഇതുപോലത്തെ ഇക്വേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡബ്ല്യു എ എക്സ് ബാർ എന്നുള്ള ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്കതായിരുന്നു നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ ഡബ്ല്യു എക്സ് ബാർ എ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡബ്ല്യു എ എക്സ് ബാർ എന്ന് പറയുന്ന ഈ ആൻസർ നമ്മുടെ റൈറ്റ് ആൻസർ അല്ലേ. ഡബ്ല്യു എക്സ് ബൈ എ അല്ല, ഇതല്ല. ഡബ്ല്യു എക്സ് ബാർ മാത്രമല്ല, അവിടെ ഏരിയയും കൂടി ഉണ്ട്. ഏരിയ ഡബ്ല്യു ഡിവൈഡ് ബൈ എക്സ് ബാറും അല്ല. അപ്പോൾ റൈറ്റ് ആൻസർ നമ്മുടെ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ എ ഡബ്ല്യു എക്സ് ബാർ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 47th ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, നോക്കാം. എ റെക്റ്റാങ്കുലർ ടാങ്ക് ഓഫ് സ്ക്വയർ ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ ടാങ്ക് ഉണ്ട്, അതിൻ്റെ ക്രോസ് സെക്ഷൻ സ്ക്വയർ ആണ്. ഓക്കെ, സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. 2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ, അതായത് 2 മീറ്റർ നീളം 2 മീറ്റർ വീതിയുണ്ട്. ആൻഡ് ഹൈറ്റ് 4 മീറ്റർ. ഹൈറ്റ് 4 മീറ്റർ ഉണ്ട് കേട്ടോ. ഹൈറ്റ് 4 മീറ്റർ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു ഏകദേശ രൂപം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഹൈറ്റ് 4 മീറ്റർ, താഴെ അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ 2 മീറ്ററും ഇൻറ്റു 2 മീറ്ററാണ്. ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് അപ്പ് വിത്ത് എ ലിക്വിഡ്. എന്ത് ചെയ്തു? ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ടാങ്കിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എനി വെർട്ടിക്കൽ വാൾ ടു ഇറ്റ്സ് ബോട്ടം ഈസ്. ഓക്കെ, എന്താ ചോദിച്ചുള്ളത്? ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എനി വെർട്ടിക്കൽ വാൾ. ഓക്കെ, ഏതെങ്കിലും വെർട്ടിക്കൽ വാളും അതുപോലെ തന്നെ ബോട്ടം വാളും തമ്മിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചുള്ളത്. ഓക്കെ, ഇപ്പോൾ വെർട്ടിക്കൽ വാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇല്ല, ഇതൊരു വെർട്ടിക്കൽ വാളാണ് അല്ലേ. അതുപോലെ ഈ കാണുന്നൊരു വെർട്ടിക്കൽ വാളാണ്. അതുപോലെ ചുറ്റും 4 വെർട്ടിക്കൽ വാൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ വെർട്ടിക്കൽ വാളിൻ്റെയും അതുപോലെ തന്നെ ഒരു ബോട്ടം സർഫസിൻ്റെയും അല്ലേ, ബോട്ടം സർഫസിൻ്റെയും മേലെ ആക്ട് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇതുപോലത്തെ ഒരു വെർട്ടിക്കൽ വാളിൻ്റെയും അതുപോലെ തന്നെ താഴെയുള്ള ബോട്ടം സർഫസിൻ്റെയും മേലെ ആക്ട് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചുള്ളത് അല്ലേ. ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ എനി വെർട്ടിക്കൽ വാൾ. അപ്പോൾ എഫ് ബി ഡിവൈഡ് ബൈ നമുക്ക് എഫ് ബി എന്ന് പറയാം അല്ലേ. എഫ് ബി എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ വാളും എഫ് ബി എന്ന് പറഞ്ഞാൽ ബോട്ടം വാളെന്ന് ജസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ നോക്കാം. താഴത്തെ സർഫസിൻ്റെ ഡയമെൻഷൻ 2x2 ആണ്. അത് സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് 4 മീറ്റർ ആണ്. ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഓക്കെ,
പറഞ്ഞ പോലെ ഇത് സ്ക്വയർ ക്രോസ് സെക്ഷനാണ്. ഹൈറ്റ് 4 മീറ്റർ. ഓക്കെ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 4 മീറ്റർ. നമ്മൾ ചോദിച്ചുള്ളത് വെർട്ടിക്കൽ സർഫസിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടം സർഫസിലും ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചുള്ളത്. ഈ വെർട്ടിക്കൽ സർഫസും ബോട്ടം സർഫസും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ FB ഡിവൈഡ് ബൈ FB ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യാം. ഓക്കെ, അത് നമുക്ക് എന്താ ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ ഈ ഒരു ടാങ്കിനകത്ത് ലിക്വിഡും കൂടി ഉണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് ലിക്വിഡ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ അകത്ത് നമുക്ക് ആ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവുകയുള്ളൂ അല്ലേ. ലിക്വിഡ് കാരണം ലിക്വിഡ് എന്ത് ചെയ്യും, ലിക്വിഡ് ബോട്ടം സർഫസിലേക്കും അതുപോലെ ചുറ്റുള്ള 4 ചുമരിലേക്കും അല്ലെങ്കിൽ വാളിലേക്കും എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു വെർട്ടിക്കൽ വാളിലും അതുപോലെ തന്നെ ഒരു ബോട്ടം സർഫസും തമ്മിലുള്ള ആ ഒരു ഫോഴ്സിൻ്റെ റേഷ്യോ ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്താൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഓൾറെഡി എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിതിൻ്റെ തിയറി കോൺസെപ്റ്റ് പഠിച്ചതാണ് അല്ലേ. അതായത് ഇത് ഫ്രീ സ്ട്രീം ഓഫ് ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ പല കേസ് പഠിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ കേസ് പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു പ്ലേറ്റ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെക്കുമ്പോഴും പ്ലേറ്റ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെക്കുമ്പോഴുള്ള കേസും അതുപോലെ ഇൻക്ലൈൻഡ് ആയി വെക്കുന്ന കേസും അതുപോലെ നമ്മൾ കേവ് ഷേപ്പ് വെക്കുന്ന നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെയായിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കാം അല്ലേ. ഇവിടെ ഒരു വെർട്ടിക്കൽ വാളും വരുന്നുണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ വാളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസുമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഓക്കെ, ഈ ഒരു കേസും നമ്മുടെ വെർട്ടിക്കൽ പ്ലേറ്റ് നിൽക്കുന്ന കേസും ഹൊറിസോണ്ടൽ പ്ലേറ്റ് നിൽക്കുന്ന കേസുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. എന്താണ് ഇക്വേഷൻ, ടോട്ടൽ ഫോഴ്സ് ആണുള്ള ഇക്വേഷനാണ്. F നമുക്ക് ρg AH ബാർ എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻക്ലൈൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ഇൻക്ലൈൻഡ് നമ്മൾ സെയിം തന്നെയാണ്, അവിടെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വെർട്ടിക്കലിലും അതുപോലെ ഹൊറിസോണ്ടലിലും ഉണ്ടാകുന്ന ആ വ്യത്യാസമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ ഫസ്റ്റ് നമുക്ക് FB കാണാം നമുക്ക് എന്നാൽ. ഓക്കെ, FB ബൈ FB ആണ് കാണേണ്ടത്. അപ്പോൾ വെർട്ടിക്കൽ വാളിലെ ഫോഴ്സ് നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റോ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്, റോ തന്നെയാണ്. G സാധാരണ പോലെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. പിന്നെ ഏരിയ. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ വാളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വെർട്ടിക്കൽ വാളിന് അല്ലേ ഹൈറ്റ് 4 മീറ്ററും അതുപോലെ താഴെ അല്ലേ ഈ ഒരു വീതി 2 മീറ്ററും ഇത് 4 മീറ്ററുമാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് 4 × 2 എന്ന് പറയാം അല്ലേ, കാരണം ഒരു റെക്ടാങ്കിൾ ക്രോസ് സെക്ഷനാണ്. ഇൻറ്റു H ബാർ ഉണ്ട് അല്ലേ. അപ്പോൾ H ബാർ എങ്ങനെ കാണാം, H ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഫ്രീ സ്ട്രീം ഓഫ് ലിക്വിഡ് എന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് H ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു റെക്ടാങ്കിൾ കേസിൽ നമുക്ക് H ബാർ കാണാനൊക്കെ എളുപ്പമാണ്. എന്തായിരിക്കും, നമ്മുടെ ഈ ഹൈറ്റിൻ്റെ നേർപകുതിയിലായിരിക്കും എന്ത് ചെയ്യാം, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ഒരു ഡെപ്ത് ഉണ്ടായിരിക്കാം അല്ലേ. അതായത് 2 മീറ്ററിലായിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നുണ്ടായിരിക്കും അല്ലേ. കാരണം റെക്ടാങ്കിൾ ഷേപ്പാണ്, ഒരു സിമെട്രിക്കൽ ഷേപ്പാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നേർപകുതി ആയിരിക്കും. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നേർപകുതി ഹൈറ്റിലായിരിക്കും ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഡിസ്റ്റൻസിൽ നോക്കുമ്പോൾ അതിൻ്റെയും പകുതിയിലായിരിക്കും ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ 2 മീറ്റർ ഉണ്ടെങ്കിൽ ഇവിടുന്ന് 1 മീറ്റർ പോയിട്ട് ഇവിടുന്ന് 2 മീറ്റർ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന പോയിൻ്റ് നമ്മുടെ ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. അതായത് നമുക്കെന്ത് പറയാൻ പറ്റും, ഈ ഒരു കേസിൽ വെർട്ടിക്കലിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, H ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മീറ്ററാണെന്ന് പറയാൻ പറ്റും അല്ലേ. 2 കഴിഞ്ഞ് കിട്ടിയത് ഇവിടെ മൊത്തം വരുന്ന 4ൻ്റെ നേർപകുതിയാണ് 2. ഓക്കെ, അപ്പോൾ H ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കേസിൽ 2 കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ H ബാർ. ഓക്കെ, H ബാർ നമുക്ക് 2 മീറ്ററാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ρg × 4 × 2 8 8 2 16 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ വെർട്ടിക്കൽ സർഫസിലുള്ള ഫോഴ്സാണ്, ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സാണെന്ന് പറയാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യും, ഇനി നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസിലുള്ള കാണാൻ പോകും, അല്ലെങ്കിൽ ബോട്ടം സർഫസിൽ താഴെ നമുക്ക് FB നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. FB എന്ന് പറയുമ്പോൾ FB = നമുക്ക് സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം, ρg AH ബാർ തന്നെയാണല്ലേ. അപ്പോൾ എക്ക് പകരം എന്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ബോട്ടം സർഫസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് നമ്മൾ കാണേണ്ടത് അല്ലേ. അതിൻ്റെ ഏരിയ എങ്ങനെ വരിക, ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ
ഈ 2 ഇൻറ്റു ഈ 2 അല്ലേ, 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 ആണ് അതിൻ്റെ ഏരിയ വരിക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ, 2 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇൻറ്റു എന്ത് ചെയ്യണം, നമ്മുടെ എച്ച് ബാർ അല്ലേ, നമുക്ക് എച്ച് ബാർ കൊടുക്കണം. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്ന ആ ഡെപ്തിനാണ് നമ്മൾ എച്ച് ബാർ എന്ന് പറയാം. അപ്പോൾ നമുക്കിതിൽ എച്ച് ബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടം സർഫസിൻ്റെ എച്ച് ബാർ എവിടെ ആയിരിക്കും, ഇതിൻ്റെ സെൻറ്ററിലാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. അതായത് ടോപ്പ് ലെവലിൽ നിന്നും ആ ഫ്രീ സ്ട്രീം ഓഫ് സർഫസ് ലിക്വിഡിൻ്റെ ടോപ്പ് ഫ്രീ സർഫസിൽ നിന്നും ഇവിടം വരെ വരുന്ന ആ ഡെപ്താണ് നമ്മുടെ ഈ ബോട്ടം സർഫസിൻ്റെ കേസിൽ എച്ച് ബാർ എന്ന് പറയുന്നത്. എന്തിന് ഈക്വൽ ആയിരിക്കും, ഈ പറയുന്ന 4 മീറ്ററിന് തന്നെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആ ഒരു താഴെയുള്ള ബോട്ടം സർഫസിലേക്കുള്ള സെൻറ്റർ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് 4 മീറ്റർ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 മീറ്റർ തന്നെ കൊടുക്കാവുന്നതാണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എഫ് ബി എന്ന് പറയുമ്പോൾ റോ ജി ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 4 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സും ബോട്ടം സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണ്, നമുക്കിവിടെ 2 2 4 4 16 അല്ലേ, ഇവിടെ 16 കിട്ടും. അതുപോലെ 16 ഇൻറ്റു റോ ജി വരും. അതുപോലെ താഴെ 4 8 8 2 16, താഴെ എന്താണ് സെയിം 16 തന്നെ വരുന്നുണ്ട് അല്ലേ. 4 2 8 8 2 16 തന്നെയാണ്, സെയിം 16 വരുന്നുണ്ട്. അതായത് റോ ജി 16 മേലെ വരും, റോ ജി 16 താഴെ വരും. എന്ത് ചെയ്താൽ മതി, എഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം രണ്ടും ക്യാൻസലായി പോകും. അപ്പോൾ എന്താണ് ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എളുപ്പമുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്കിതിൻ്റെ ലോജിക്ക് എച്ച് ബാർ എടുക്കാനും അതുപോലെ ആ ഒരു ഫിഗർ വരച്ച് കറക്റ്റ് കോൺസെപ്റ്റ് എടുക്കാനൊക്കെ നമുക്ക് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരെ എന്തായിരിക്കും, എഫ് ബി എന്ന് പറയുന്ന റേഷ്യോ എന്തായിരിക്കും, 1 ആയിരിക്കും വരിക. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ ആൻസർ വരിക ഓപ്ഷൻ സി 1 ആണ്. ഓക്കെ, റേഷ്യോ 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസെപ്റ്റുകൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തിയറി ക്ലാസ്സിലും കൃത്യമായിട്ട് ഓരോന്നിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഡെപ്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. കൃത്യമായിട്ടും ക്ലാസ്സുകളുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ അത് നമ്മുടെ RRBൻ്റെയും അതുപോലെ SSCൻ്റെയും അതുപോലെ കേരള PCയുടെ എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ആപ്പിലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.